തലവൻ ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസിൽ സിനിമാ താരങ്ങൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. നടൻ ശ്രീനാഥ് ബാസിയും നടി പ്രയാഗ മാർട്ടിനും എത്തിയത് ഓം പ്രകാശ് ഒരുക്കിയ പാർട്ടിയിൽ പങ്കെടുക്കാനാണെന്ന് പോലീസ് നിഗമനം. ഓം പ്രകാശിന്റെ മുറിയിൽ തന്നെയാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ഇരുവരെയും എത്തിച്ച ബിനു ജോസഫിൽ നിന്നുമാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരം ലഭിച്ചത്. ഉടൻ താരങ്ങളുടെ മൊഴിയെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തെരുവിലേക്ക്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. പോലീസിലെ മാഫിയാവൽക്കരണം, മുഖ്യമന്ത്രി മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ പരാമർശം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. തൃശൂർ പൂരം കലക്കൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നിയമസഭയിൽ പ്രത്യേക സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ തറയിലിരിക്കുമെന്ന് PV അൻവർ MLA. നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കുന്നില്ലെന്നും സ്വതന്ത്ര ബ്ലോക്ക് തന്നെ വേണമെന്നും PV അൻവർ പറഞ്ഞു. നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്കായി പ്രത്യേക സീറ്റ് അനുവദിക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കും. ജീവനുണ്ടെങ്കിൽ നാളെ നിയമസഭയിൽ പോകുമെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും നേരിട്ട് വിളിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തി പ്രസ്താവന വിശദീകരിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ എത്തിച്ചേരാനാണ് നിർദ്ദേശം. സ്വർണ്ണക്കടത്ത്, ഹവാല കേസുകൾ, ഫോൺ ചോർത്തൽ എന്നിവ വിശദീകരിക്കണമെന്നും ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മുൻ MLAയും പട്ടികജാതി വർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപിന്റെ പേര് CPIM തൃശൂർ സെക്രട്ടേറിയറ്റ് യോഗം നിർദ്ദേശിച്ചു. ഇത് അംഗീകരിക്കുന്നതിനായി ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം സമർപ്പിച്ചു. നാളെയാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഈ മാസം 11-ാം തീയതി വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഭരണഘടനയ്ക്ക് മുകളിലല്ല മതവിശ്വാസമെന്ന് കേരള ഹൈക്കോടതി. ഒരാളുടെ മതവിശ്വാസം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഹസ്തദാനം നൽകിയ മുസ്ലിം പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി നിരീക്ഷണം. ജമ്മു കാശ്മീർ, ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഹരിയാനയിൽ BJPയുടെ അവിശ്വസനീയ തിരിച്ചുവരവ്. ആദ്യഘട്ടത്തിൽ മുന്നേറിയ കോൺഗ്രസ് താഴേക്ക് വീഴുന്നതാണ് ഒടുവിലത്തെ കാഴ്ച. പകുതിയോളം വോട്ടെണ്ണി കഴിയുമ്പോൾ BJPയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. നേരത്തെ കോൺഗ്രസ് മുന്നിലായിരുന്നപ്പോൾ AICC ആസ്ഥാനത്ത് ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. നിലവിൽ ലീഡ് മാറിമറിയുന്നതിനിടയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് ആശങ്കയുടെ നിഴൽ പടരുകയാണ്. AICCയിലെ ആഘോഷം നിർത്തിവെച്ചു. ജമ്മു കാശ്മീരിൽ പുറത്തുവന്ന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. 10 വർഷത്തിനിപ്പുറം കശ്മീരിലെ ജനത BJPയെ തള്ളി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുവെന്ന ഫലസൂചനയാണ് പുറത്തുവരുന്നത്. ജമ്മു കാശ്മീരിനെ വിഭജിക്കാനുള്ള തീരുമാനമടക്കമുള്ള BJP നിലപാടുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ മറുപടിയാണ് ഫലസൂചനയിലൂടെ നൽകുന്നത്. വനിതാ T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ 6 വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കി ഇന്ത്യ. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 7 പന്തുകൾ മാത്രം ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. വിജയത്തിലും നെറ്റ് റൺ റേറ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. 2 മത്സരങ്ങളിൽ നിന്നായി 2 പോയിന്റാണ് ഇന്ത്യക്കുള്ളത്.